ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ജിൻസിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പം ഞങ്ങൾ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ വിചാരിച്ച് നമ്മൾ പുറത്ത് പോയി എന്തെങ്കിലും പിള്ളേർക്കും നമുക്കിവിടെ ഒരു ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ വേണ്ട ഇന്ന് ഫുഡ്? മാംഗ്ലൂർസ് ഇപ്പം കഴിക്കുന്നില്ലേ? നമുക്കൊരു തായ് ഫുഡ് കഴിച്ചാലോ? ലാസ്റ്റ് ടൈം കഴിച്ചിട്ടുണ്ട്. ഇല്ല, തായ് ഫുഡ് പോയി കഴിക്കാം. KFC കഴിച്ചതാ. ഓക്കെ, പിസേറിയ വേണ്ട, നമുക്ക് ഇന്ന് തായ് ഫുഡ് ട്രൈ ചെയ്യാം. ഓക്കെ, അത് ഒന്നും പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല ഫുഡുണ്ട്. നൂഡിൽസ് വാങ്ങിച്ചാലോ? ഓക്കെ, സ്പൈസി വേണോ? പിന്നെന്താ വേണ്ടേ? ഓക്കെ, പോവാം. ഓക്കെ, സൂപ്പിലെങ്കിലോ? ഞങ്ങളാണെങ്കിൽ ലാസ്റ്റ് ടൈം ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്തു. ഇപ്പം ഞങ്ങൾ എന്താ ട്രൈ ചെയ്യുന്നത്? നൂഡിൽസ്. എനിക്ക് ഫ്രൈഡ് റൈസ് മതി. എനിക്ക് മമ്മിക്ക് ഫ്രൈഡ് റൈസ് മതി. നിങ്ങൾക്ക് നൂഡിൽസോ? അപ്പൊ അവധി ആയി കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിൽ കയറാനൊക്കെ ഒരു മടി. ജിൻസി ആണെങ്കിലും നൈറ്റ് കഴിഞ്ഞ് നേരത്തെ വന്ന് കിടന്ന് പുറകെ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഇന്ന് വിചാരിച്ചൊരു ചേഞ്ചിന് വേണ്ടി ഇവിടെ നല്ലൊരു തായ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അവിടുത്തെ കുറച്ച് ഫുഡ് കാര്യങ്ങൾ അവിടെ 11 മണിക്കാണ് തുറക്കുന്നത്. ഞങ്ങൾ ഇവിടെ എന്ന് വാരി പറഞ്ഞു തരാവോ? ഇവിടെ എത്തി. ഇത് 2 minutes ഡ്രൈവ് പോലും ഇല്ല ഇവിടെ. ഇവിടെ എത്തിയോ? അയ്യോ, അവിടെയാണോ ആ റെഡ് തിങ്? ആ റെഡ് തിങ് ആണോ? ഓ, റെഡ് തിങ് എന്തിനാ വിളിച്ചേ? റെഡ് ബിൽഡിംഗിനകത്താണോ? ഇവിടെയാണ്. ഞാൻ ഇവിടെ ഇതുവരെ പോയിട്ടില്ല, കാരണം പപ്പയും മമ്മിയും ഞങ്ങൾക്ക് മേടിച്ചേർന്നെ. പക്ഷെ ലാസ്റ്റ് ടൈം ഞങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. എനിക്കെന്താ പുറത്തോണ്ട് ഇതിനകത്താണ് കിനാരി റെസ്റ്റോറൻറ്റ്. എന്താ ബേബി? ബേബിക്ക് എല്ലാം നൂഡിൽസ് ഓർഡർ ചെയ്തേക്കുന്നുണ്ടോ? ഓക്കെ, ഓക്കെ ആണോ? എന്റെ പപ്പയാണ്. കേറ്. ഫുഡ് വാങ്ങിച്ചിനി എങ്ങോട്ടാ പോണ്ടേ? അല്ല, പാർക്കിലല്ല. പാർക്കിൽ നിന്ന് പോകാൻ പറ്റത്തില്ല. മമ്മി ഇല്ലല്ലോ പാർക്കിൽ പോകാന്. നമുക്ക് കാര്യം ചെയ്യാം. നമുക്ക് വണ്ടിക്ക് ഡീസൽ അടിക്കണം. അത് കഴിഞ്ഞിട്ട് ആ ഷോപ്പിൽ ഒന്ന് കയറണം. എന്നിട്ട് ആ വൂൾവർത്ത് കയറി നമുക്ക് കുറച്ച് സാധനം വാങ്ങിക്കണം. എന്നിട്ട് വീട്ടിൽ പോവാം. ഓക്കെ, ഓക്കെ എൽവി? പാർക്ക് നമുക്ക് ഈവനിങ് പോവാം. മമ്മിയോടെ വന്നിട്ട് ഈവനിങ് പോവാം. അതെന്താ ബേബി? നമ്മൾ ആദ്യം പോയി നമ്മളിപ്പോ ഈ ഷോപ്പിൽ പെട്രോളും അടിച്ചിട്ടേ എന്നിട്ട് നമ്മള് വീട്ടിൽ പോകുന്നു. അത് ഈവനിങ് പോവാം. ഇപ്പൊ അവര് ഡ്യൂട്ടിയാ. നല്ല ക്ലൈമറ്റ് അല്ലേ? അടിപൊളി ക്ലൈമറ്റ്. നിങ്ങക്ക് ഈ ക്ലൈമറ്റ് ആണോ ഇഷ്ടം? വിന്റർ ആണോ ഇഷ്ടം? വിന്ററാ അതോ സമ്മറോ? എന്താ വിന്റർ ഇഷ്ടം? എനിക്ക് ഇഷ്ടമല്ല വിന്റർ. Because in summer I get sunburns. That's the only thing I don't like about it. Of course it says in there, but actually it doesn't.
It barely snows here when it was winter. But anyways, when it snows, and even though we're wearing gloves, it just goes through. Yeah. And it gets really wet. So that's one thing I hate about it. ഞായറാഴ്ച പെട്രോൾ പമ്പ് ഓപ്പണാ. ജസ്റ്റ് ഒന്ന് പെട്രോൾ അടിച്ചിട്ട് കയറി വരും. What is Nairacha? Who is Nairacha? ഞായറാഴ്ച Hey, you said it right now. Who is Nairacha? സൺഡേ. No. Eric. Oh yeah, I thought Erica. Who's Erica? Harvey. അപ്പൊ നമ്മള് ഷോപ്പിങ്ങും കഴിഞ്ഞ് പെട്രോൾ മേടിച്ച് ഫുഡും വാങ്ങിച്ച് തിരിച്ച് വീട്ടിൽ പോകും. വെരി ഗുഡ്. After that, evening, mummy and തന്നെ വീട്ടിൽ പോകും. ഓക്കെ. Yay, dance house. അപ്പൊ ഇനി നമ്മള് സ്ട്രേറ്റ് പോയിട്ട് എന്താ ചെയ്യണ്ടേ? കഴിക്കണം. ഹാൻഡ് വാഷ് ചെയ്യണ്ടേ? ഹാൻഡ് വാഷ് ചെയ്തിട്ട് കഴിച്ചിട്ട് നമ്മൾ ഔട്ട് സൈഡ് ഒക്കെ പോയിട്ട് വന്നില്ല. അപ്പൊ നമ്മള് ആദ്യം ഹാൻഡ് വാഷ് ചെയ്യണം. Miami noodles. ഏഹ്? What about the peanut butter chicken? It smells disgusting, but I bet it's good. We had it last time. Peanut butter chicken, nallada. They said there were peanut butter sauce in the chicken. Yeah. I think that it smells like peanuts too. You know that chickens. Pepper. Do you have a pepper? Do you have a pepper, Elvin? It's the word I'm saying, but I can only answer with P. Okay, നമ്മുടെ ഫുഡ് വാങ്ങിച്ചിട്ട് വന്നു. ഇത് സാത്തായ് ചിക്കൻ, സെറ്റായ് ചിക്കൻ, അങ്ങനെ ഇന്തോനേഷ്യൻ പേര് നോക്കട്ടെ. ഇത് രണ്ടെണ്ണം വാങ്ങിച്ചു. സത്തായ് ചിക്കൻ. ഇത് നമ്മുടെ ലാമ്പ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാങ്ങിച്ചത് ചിക്കൻ്റെ ആണ്. ഈ പ്രാവശ്യം ലാമ്പ് വാങ്ങിച്ചു. ലാമ്പ്. പിന്നെ ഇത് നൂഡിൽസാണ്. നൂഡിൽസ്. പിന്നെ ഇത് നമ്മുടെ ഫ്രൈഡ് റൈസ്. അങ്ങനെ ഇത്ര ഐറ്റം വാങ്ങിച്ചു. കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. ഇത് കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ അവരുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബാർബിക്യൂ ചിക്കൻ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ട്? ഇതിനകത്ത് വില ഇച്ചിരി കൂടുതലാണ്, എന്നാലും ഐറ്റംസും ഉണ്ട്. ഇതിന് ഇത്രയും ക്വാണ്ടിറ്റി അത്രയില്ല. സംഭവിച്ചത് വിലയും കൂടുതലാണ്, പക്ഷെ അത്രയും ക്വാണ്ടിറ്റി ഇല്ല സംഭവം. എന്നാൽ സംഭവം നല്ല ടേസ്റ്റിയാണ്. അവരുടെ സോസും കാര്യങ്ങളൊക്കെയാണ്. ഇതിനവർ സെപ്പറേറ്റ് അവരൊരു സീ ചില്ലി സോസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ നോക്കാം. നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ. ഇതിങ്ങനെ ഉള്ളത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇത് പിള്ളേർക്ക് വാങ്ങിച്ച നൂഡിൽസ്. ഇത് ഇനി കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടോ. ഇത് നമ്മുടെ സതായ് ചിക്കൻ. സതായ് വേണ്ട, എനിക്കറിയത്തില്ല. അറിയാവുന്നവർ അറിയാത്തവർ ആദ്യമായിട്ടാണ് തായിയൊക്കെ ഫുഡ് ട്രൈ ചെയ്യുന്നത്. നമ്മുടെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് അല്ലെങ്കിൽ ഒന്ന് ശ്രമിക്കുക. ഇത് പക്ഷേ കുറച്ചൊരു യമ്മിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇതാണ്. അതുപോലെ 4 പീസേ ഉള്ളൂ. ഇത് നോക്കുകയാണെങ്കിൽ വില കൂടുതലാണ്. നൂഡിൽസ് നമുക്ക് പ്രിഫർ ചെയ്യാം. എന്താ ചിക്കൻ വേണോ മീറ്റ് വേണോ അങ്ങനെയുള്ളതൊക്കെ വാങ്ങിക്കാം. ഇത് നമ്മുടെ ഫ്രൈഡ് റൈസ്. ഇത് നോക്കട്ടെ എങ്ങനെ. ഓക്കെ, ഇത് എനിക്ക് വാങ്ങിച്ച ചിക്കൻ നൂഡിൽസ് എങ്ങനെയുണ്ടോ നോക്കി. ഇതൊന്നും കഴിക്കത്തൊന്നുമില്ല. ഇതിന് ഇഷ്ടമാണ്. ഇതിനൊക്കെ ഇഷ്ടംപോലെ 2 പേർക്ക് ഒരു പാക്കറ്റ് വാങ്ങിക്കാം ഉണ്ട് അല്ലേ? അത് നിങ്ങളുടെ ജ്യൂസ് റെഡി. ഇനി നിങ്ങൾക്ക് എന്ത്? സതായ് ചിക്കൻ. സതായ് നല്ല ചിക്കനാണ്. ഇത് പീനട്ട് ബട്ടറിന്റെ ടേസ്റ്റ് ഉണ്ട്. ഉണ്ടോ? ഇത് ലാസ്റ്റ് ട്രൈ ചെയ്ത കാരണം
സ്മെല്ലും ഉണ്ട്. ഞാനാണെങ്കിൽ ഡിഫറെന്റ് കാര്യമാണ് പിന്നെ ലാമ്പ് വേണോ? ഞാൻ ചെയ്യാം. സാലഡ് സോസ് വേണ്ട. ടൊമാറ്റോ വേണോ? അതിൽ പിന്നെ ഇച്ചിരി എൻ്റെ കൂടെ സെയിം എടുക്കും. ലാമ്പ് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ പിന്നെ മീറ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. ഈ ക്യാരറ്റ് ഇങ്ങനെ ഒരു എനിക്ക് ഇതിൻ്റെ ക്യാരറ്റും കാര്യങ്ങളൊക്കെ മതി. അതിനകത്ത് ചിക്കനെക്കാട്ടി ലാമ്പിനെക്കാട്ടി കൂടുതൽ വെജിറ്റബിൾസ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വീറ്റ് ചില്ലി വേണ്ട? വേണ്ട. അങ്ങനെ ഇത് ഡിപ്പ് ചെയ്ത് കഴിക്കാനുള്ളത്. നിങ്ങൾ വേസ്റ്റ് ആക്കും. പിന്നെ വേറെ എന്തെങ്കിലും പപ്പ നെക്സ്റ്റ് റോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്കും വിശക്കുന്ന ഞാൻ കഴിക്കാൻ പോവാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം. ഓക്കെ.